മോറൽ ഡെവലപ്മെൻറ്റ്. മോറൽ ഡെവലപ്മെൻറ്റ് ലോറൻസ് കോൾബർഗിൻ്റെ ആണ് മോറൽ ഡെവലപ്മെൻറ്റ്. മോറൽ ഡെവലപ്മെൻറ്റ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഇൻവോൾവ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ വാല്യൂ ആൻഡ് റൂൾസ് ഓഫ് സൊസൈറ്റി ഇൻ എ വേ ദാറ്റ് ഷേപ്പ് ബിഹേവിയർ. അതായത് സൊസൈറ്റിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതിനെയാണ് മോറൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. സ്റ്റേജസ് ഓർ ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് കനോട്ട് ബി സ്കിപ്ഡ്. ഇതിൽ സൈക്കോ സോഷ്യൽ, സൈക്കോ സെക്ഷൽ ഇങ്ങനെയുള്ള എല്ലാത്തിലെ ഒരു സ്റ്റേജ് ഫുൾഫിൽ ആയാലും ഇല്ലെങ്കിലും സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. അതായത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ ഫസ്റ്റ് സ്റ്റേജ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. അത് ഫുൾഫിൽ ആകുന്നത് ബേബിക്ക് ഇനഫ് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ്. ഇപ്പോൾ ട്രസ്റ്റ് അല്ല, ഈ മിസ്ട്രസ്റ്റ് ആണ് ഡെവലപ്പ് ആകുന്നതെങ്കിലും 18 months കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓട്ടോണമസ് വേഴ്സസ് ഷെയിം ആൻഡ് ഔട്ട് സ്റ്റേജിലേക്ക് മൂവ് ആകും. അത് ഫുൾഫിൽ ചെയ്യണം എന്നത് നെസസറി അല്ല. ബട്ട് ഇൻ മോറൽ ഡെവലപ്മെൻറ്റ് ഒരു ലെവൽ ഡെവലപ്പ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകില്ല. സോ സം പീപ്പിൾ ചില ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ലൈഫ് ലോങ് സ്റ്റക്കാവും. കാരണം ആ സ്റ്റേജ് ഫുൾഫിൽ ആയാൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ലെവൽ 1 പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ലെവൽ 1ൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് 3 ലെവലുണ്ട്. ഇതിൽ ഫസ്റ്റ് ലെവൽ 1 മോറൽ ഡെവലപ്മെൻറ്റിൽ ലെവൽ 1 പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. പ്രീ കൺവെൻഷൻ മൊറാലിറ്റിക്കകത്ത് 0 സ്റ്റേജ്. ദാറ്റ് മീൻസ് ബർത്ത് ടു 2 years മൊറാലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവർക്ക് അറിയില്ല. ഈഗോസെൻട്രിക് ആണ്, സ്വന്തമായിട്ട് ചിന്തിക്കുക, വേറൊന്നും വേൾഡിനെ കുറിച്ച് റിക്കഗ്നൈസ് ആകാത്തത് കൊണ്ട് 0 ലെവൽ എന്ന് പറയും. 1 to 2 years. ഇത് ലെവൽ 1 പ്രീ കൺവെൻഷൻ മൊറാലിറ്റിയാണ്. ഇത് ഇൻഫൻറ്റ് ഹാസ് നോ അവെയർ അബൌട്ട് റൈറ്റ് ആൻഡ് റോങ്. സ്റ്റേജ് 1 മീൻസ് 2 to 4 years ആണ്. പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. Children view the world in a selfish way with no real understanding of the right or wrong. അവർ ഒരു സെൽഫിഷ് വേയിലാണ്. സെൽഫിഷ് വേ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടിരിക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കണം, ഇതാണ് സെൽഫിഷ് വേ. അവർക്ക് റൈറ്റ് ഓർ റോങ് അവർക്ക് റിക്കഗ്നൈസ് ചെയ്യാൻ അറിയില്ല. റൈറ്റ് ഓർ റോങ് റിക്കഗ്നൈസ് ചെയ്യാൻ അറിയില്ലാത്തതാണ് 2 to 4 years. The child obey rules and demonstrate acceptable behavior to avoid punishment and to avoid displeasing those who are in power, and because the child fear punishment from a superior force such as a parent. ഈ 2 to 4 yearsൽ ബേബീസ് ഒബീഡിയൻ്റ് ആകുന്നത് കാരണം പണിഷ്മെൻറ്റിനെ ഉള്ളോടുള്ള ഭയം, അതായത് പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പേരൻസിനെ, അവരുടെ കയ്യിൽ പവറുണ്ട്, അവരെ പണിഷ് ചെയ്യാനുള്ള പവറുള്ള പേരൻസിനെ പ്ലീസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ദാറ്റ് മീൻസ് പണിഷ്മെൻറ്റ് ടു അവോയ്ഡ് പണിഷ്മെൻറ്റ് ദേ ആർ ഒബീഡിയൻറ്റ്. ഇതാണ് 2 to 4 years. ഫിസിക്കൽ പണിഷ്മെൻറ്റ് ആൻഡ് ഇതിൻ്റെ അത് അറിയേണ്ടതാണ്. ഫിസിക്കൽ പണിഷ്മെൻറ്റ് ആൻഡ് വിത്ത് ഹോൾഡിംഗ് പ്രിവിലേജസ് ടെൻ ടു ഗീവ് ടോൾഡർ നെഗറ്റീവ് വ്യൂ ഓഫ് മോറൽ. അവരെ ഫിസിക്കലി ആയിട്ട് പണിഷ് ചെയ്യുക അല്ലെങ്കിൽ വിത്ത് ഹോൾഡ് ചെയ്യുക. പ്രിവിലേജസ് ഒക്കെ എന്തെങ്കിലും കൊടുക്കാനുള്ള സാധനം ഒരു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് കൊടുക്കും, ഇത് ചെയ്തുകൊണ്ട് തരുന്നില്ല, അത് അവരുടെ പ്രിവിലേജ് വിത്ത് ഹോൾഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് മോറൽ വ്യൂ ആണ് അത് കൊടുക്കുന്നത്. വിഡ്രോ ലവ് ആൻഡ് അഫെക്ഷൻ ആസ് പണിഷ്മെൻറ്റ് ലീഡ് ടു ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഇൻ ടോൾഡർ. പണിഷ്മെൻ്റായിട്ട് ലവ് ഓർ അഫെക്ഷനൊക്കെ വിഡ്രോ ചെയ്താൽ അതവർക്ക് ഗിൽറ്റ് ഫീലാവും. എന്താണ് ചെയ്യേണ്ടത്? അപ്രോപ്രിയേറ്റ് ഡിസിപ്ലിൻ ഇൻക്ലൂഡ് പ്രൊവൈഡ് സിമ്പിൾ എക്സ്പ്ലനേഷൻ ഓഫ് വൈ സർട്ടൻ ബിഹേവിയർ ആർ അൺഅക്സെപ്റ്റബിൾ, റേസിംഗ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആൻഡ് യൂസിംഗ് ഡിസ്ട്രാക്ഷൻ വെൻ ദ ടോളർ ഈസ് ഹെഡഡ് ഓഫ് ആൻ അൺസേഫ് ആക്ഷൻ. നെക്സ്റ്റ് സ്റ്റേജ് 2 4 to 7 years ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. 4 to 7 individualism and exchange. The child moral standards are those of others and the child observe them either to avoid punishment or obtain rewards. In this stage, conscience emerges and the emphasis is on external control.
ഇത് 2 to 4 ഇയേഴ്സ് 2 to 4 ഇയേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു എന്താണ് പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ആയിരുന്നു. ഇനി 4 to 7 ഇയേഴ്സ് പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുക, അറ്റ് ദ സെയിം ടൈം റിവാർഡ്സ് കിട്ടുക. റിവാർഡ്സ് ഇങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ റിവാർഡ് വേണമെന്നില്ല, ജസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഇവർക്കൊരു റിവാർഡാണ്. സോ അതിനു വേണ്ടി ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ് സ്റ്റേജ് 2 4 to 7 ഇയേഴ്സ്. ഈ സ്റ്റേജ് കൺസൈസ് എമർജസ് ആൻഡ് എംഫസൈസ് ഓൺ എക്സ്റ്റേണൽ കൺട്രോൾ. കൺസൈസ് എമർജൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റും റോങ്ങും ഡിസ്റ്റിങ്യൂഷ് ചെയ്ത്, അതായത് എക്സ്റ്റേണൽ കൺട്രോൾ അനുസരിച്ച് റൈറ്റും റോങ്ങും ഡിസ്റ്റിങ്യൂഷ് ചെയ്ത് ചെയ്യാനായിട്ട് അവർക്കൊരു റൂൾസ് അവർ ഡെവലപ്പ് ചെയ്തെടുക്കും. ലെവൽ 1 സീറോ സ്റ്റേജിൽ ഒരു ആപ്ലിക്കബിൾ അല്ല. സ്റ്റേജ് 1 2 to 4 ഇയേഴ്സ്, സ്റ്റേജ് 2 4 to 7 ഇയേഴ്സ്. ഇനി ലെവൽ 2 സ്റ്റേജസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ 1 സ്റ്റേജ് കണ്ടു, ഇനി ലെവൽ 2 സ്റ്റേജസ് ആണ്. ലെവൽ 2 എന്താണ്? ലെവൽ 1 പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആയിരുന്നു. ലെവൽ 2 കൺവെൻഷണൽ മൊറാലിറ്റി. The child conform to rule to please others. The child has increased awareness of others' feeling. A concern for social order began to emerge. A child view good behavior as that which those in authority will approve. If the behavior is unacceptable, the child feel guilty. ഇത് പല സ്റ്റേജസിലായിട്ട് വരുന്നതാണ്. ഇതൊരു സമ്മറിയാണ്. ലെവൽ 2 കൺവെൻഷൻ മൊറാലിറ്റിയിൽ ചൈൽഡ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി റൂൾസ് ഫോളോ ചെയ്യുന്നു. ദ ചൈൽഡ് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കും. ദേഷ്യമാണോ, സ്നേഹമാണോ, ഇഗ്നോറൻസ് ആണോ, അല്ലെങ്കിൽ ഫീലിങ്സ് കൂടുതൽ അവെയറാണ്. സോഷ്യൽ ഓർഡറിനെയൊക്കെ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും. സോഷ്യൽ ഓർഡർ മീൻസ് എന്തെങ്കിലും ഒരു സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, പ്രയറിൻ്റെ സമയത്ത് കൈ കൂപ്പി പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ ഓർഡേഴ്സിനെ അവർ ഫോളോ ചെയ്യും. എ ചൈൽഡ് വ്യൂ ഗുഡ് ബിഹേവിയർ ദാറ്റ് ദോസ് ഇൻ അതോറിറ്റി വിൽ, അതായത് അതോറിറ്റി അപ്രൂവ് ചെയ്തിരിക്കുന്ന ബിഹേവിയർ എല്ലാം അവർ അതുപോലെ തന്നെ ചെയ്യും. ഇഫ് ദ ബിഹേവിയർ ഈസ് അൺഅക്സെപ്റ്റബിൾ, അവർ ചെയ്ത ബിഹേവിയർ അൺഅക്സെപ്റ്റബിൾ ആണെങ്കിൽ ചൈൽഡിന് ഫീൽ ഗിൽറ്റി, അവർക്കത് ഭയങ്കര ഗിൽറ്റ് ഫീലായിട്ട് വരും. ലെവൽ 2 സ്റ്റേജാണ് ലെവൽ 2 സ്റ്റേജ് 3. സ്റ്റേജ് 1ഉം 2ഉം നമ്മൾ ലെവൽ 1 കണ്ടു. ഇത് ലെവൽ 2 ആകുമ്പോഴത്തേക്ക് സ്റ്റേജ് 3 ആണ് വരുന്നത്, കൺവെൻഷൻ മൊറാലിറ്റി. സ്റ്റേജ് 3 7 to 10 ഇയേഴ്സ്, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ. കൺഫോമിറ്റി occur to avoid disapproval or dislike of others. This stage involves living up to what is accepted by individual close to the child or what individual generally accept of other in their role, such as daughter, son, brother, sister and friends. Being good is important and is interpreted as giving good motive and showing concern about others. Being good also means maintaining mutual relationships such as trust, loyalty, റെസ്പെക്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഹിയർ ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ ആണ്. സോ ഇവരെല്ലാം ചെയ്യുന്നത് ഗുഡ് എന്ന് കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുഡ് ബോയ് അല്ലെ നൈസ് ഗേൾ എന്നുള്ള ഒരു എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് അവരുടെ എന്ത് റോളാണോ ആ സെയിം റോള്, ഡോട്ടർ, സൺ, ബ്രദർ, സിസ്റ്റർ, ഏത് റോളാണേലും അവർ അത് ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത്രയും അതിൻ്റെ അത് അറിഞ്ഞാൽ മതി. എ ഗുഡ് മീൻസ് മെയിൻറ്റെയിനിങ് മ്യൂച്വൽ റിലേഷൻഷിപ്പ് സച്ച് ആസ് ട്രസ്റ്റ്, ലോയൽറ്റി, റെസ്പെക്റ്റ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇതെല്ലാം വന്ന് ആ കുട്ടികൾക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് അവർ ബിഹേവ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് സ്റ്റേജ് 4 10 to 12 ഇയേഴ്സ്, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. എ ചൈൽഡ് കൺസിഡർ സൊസൈറ്റി ആസ് എ ഓൾ വെൻ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്. ഇത് ആക്ച്വലി ഈ 10 to 12 ഇയേഴ്സിൽ, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ ഒരു 10 ഇയറിൽ അച്ചീവ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ലൈഫ് ലോങ് ഈ ഒരു സ്റ്റേജും കൊണ്ട് നടക്കുന്നവരുണ്ട്. എങ്ങനെയാണ് ഗുഡ് ബോയ് നൈസ് ഗേൾ എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് മറ്റുള്ളവർ പറയുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സൊസൈറ്റീനെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, നല്ലത് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുക. ഈ ഒരു സ്റ്റേജിൽ മരിക്കുന്നവർ ലൈഫ് ലോങ് പോകുന്നവരുമുണ്ട്. അപ്പോൾ അവർ ഈ ഒരു സ്റ്റേജ് വരെ വരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞുള്ള സ്റ്റേജാണ് ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ്റെ അകത്ത് ദ ചൈൽഡ് കൺസിഡർ സൊസൈറ്റി മീൻസ് സൊസൈറ്റീനെ എല്ലാം, ചൈൽഡ് എന്ന് പറയാൻ പാടില്ല, 12 ഇയേഴ്സ് ആകുമ്പോൾ അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്തിൽ എത്ര ഏജ് ആണെങ്കിലും അവർ സൊസൈറ്റിയാണ് അവരുടെ ജഡ്ജ്മെൻറ്റ്, അവർ സൊസൈറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. എംഫസൈസ് ഓൺ ഒബേയിങ് ലോ ടു മെയിൻറ്റെയിൻ സോഷ്യൽ ഓർഡർ. ലോ ആൻഡ് റെഗുലേഷൻ
മുത്തുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു പെർഫെക്റ്റ് അല്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യില്ല. ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതേ ലോ ആൻഡ് ഓർഡർ ഫോളോ ചെയ്യുന്നവരാണ് ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ അണ്ടറിൽ വരുന്നവർ. മോറൽ റീസണിങ് ഡെവലപ്പ് ആസ് ദ ചൈൽഡ് ഷിഫ്റ്റ് ദ ഫോക്കസ് ഓഫ് ലിവിങ് ടു സൊസൈറ്റി. അതായത് മോറൽ എല്ലാം അവർ സൊസൈറ്റിയുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് സൊസൈറ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിലേക്ക് അവരുടെ മോറൽ ഡെവലപ്മെൻറ്റിനെ അവർ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യും. എ ചൈൽഡ് ഒബ്സർവ് ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് ഇൻറ്റേർണലൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുക, അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക. അതായത് ഒരു നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണിത്. ദ ചൈൽഡ് വാണ്ട്സ് ടു ബി കൺസിഡേർഡ് ഗുഡ് ബൈ ദോസ് ഇൻഡിവിജ്വൽ ദോസ് ഒപ്പീനിയൻ മാറ്റർ ടു ദ ചൈൽഡ്. അതായത് ചൈൽഡ് വാണ്ട് ടു ബി കൺസിഡേർഡ് ഗുഡ്, നല്ലതാണെന്ന് മനസ്സിലാക്കണം എല്ലാവരും. ബൈ ദോസ് ഇൻഡിവിജ്വൽ ഹൂസ് ഒപ്പീനിയൻ മാറ്റർ ടു ദ ചൈൽഡ്. നല്ലതാണെന്ന് പറയുന്നവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ, അതായത് ഒരു സൊസൈറ്റിയിലെ റൂൾ ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്തു പോകുന്ന ഏറ്റവും നല്ല ഒരു ഡീസൻറ്റ് മാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആളുടെ കാറ്റഗറിയാണ് ഈ ലോ ആൻഡ് ഓർഡർ. അയാൾ ഡീസൻ്റാണ്, മാന്യനാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇതിനാണ് ഗുഡ് എന്നൊരു വേർഡ് വന്നേക്കുന്നത് കേട്ടോ. ചൈൽഡ് എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഇൻ്റർപ്രറ്റ് ചെയ്യണ്ട. ഇത് ഒരു മജോറിറ്റി 80% വരെ ഇവിടം വരെയാണ് ഗ്രോ ചെയ്യുന്നത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളുടെ ഒരു മൊറാലിറ്റിയാണ് ലോ ആൻഡ് ഓർഡർ. അതായത് ബാക്കിയെല്ലാം അവർ ഫോളോ ചെയ്ത് വന്നു എന്നർത്ഥം. നെക്സ്റ്റ് ലെവൽ 3 ആണ് പോസ്റ്റ് കൺവെൻഷൻ മൊറാലിറ്റി. അതിൽ ദ ഇൻഡിവിജ്വൽ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ റൈറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഫോക്കസ് ഈസ് ഓൺ കൺസേൺ ടു റിഗാർഡിങ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ഓൾ. എല്ലാവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നവരാണ് ഇതിന് അണ്ടറിൽ വരുന്നത്. ലെവൽ 3 വരെ അധികം ആരും പോകാറില്ല. ലെവൽ 3 സോഷ്യൽ കോൺട്രാക്റ്റ് ആൻഡ് ലെജിസ്റ്റിക് ഓറിയൻറ്റേഷൻ സ്റ്റേജ്. ലെവൽ 3 5ാമത്തെ സ്റ്റേജാണ്. ഓരോ ലെവലിലും 2 സ്റ്റേജ് വെച്ചുണ്ട്. നമ്മൾ ലെവൽ 3 ഫസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുവാണ്. The person is aware that others hold a variety of value and opinion and the most value and rules are related to the group. ദാറ്റ് മീൻസ് ഇപ്പോൾ ഈ ഒരു അണ്ടർ കാറ്റഗറിയിലുള്ളവർക്കറിയാം എല്ലാവർക്കും അവനവൻ്റേതായ വാല്യൂസ് ഉണ്ട്, ഒപ്പീനിയനുണ്ട് കേട്ടോ. ദ മോസ്റ്റ് വാല്യൂ ആൻഡ് റൂൾസ് ആർ റിലേറ്റഡ് ടു, എല്ലാ വാല്യൂസും റിലേറ്റഡ് ടു, എല്ലാവർക്കും അക്സെപ്റ്റബിളായ വാല്യൂസും റിലേറ്റഡ് ടു വാല്യൂസും ഒപ്പീനിയനും ഒക്കെ സൊസൈറ്റിയോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. The adolescent in this stage gives and take and does not expect to get something without paying for it. ഈ സ്റ്റേജിലുള്ള ഒരു അഡോളസെൻ്റ് ഇങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യും. പക്ഷേ അവർക്ക് എന്താണ്, എല്ലാത്തിനും അവർക്ക് പേയ്മെൻറ്റ് കിട്ടണം. എല്ലാത്തിനും ഒന്നും അവർ ഡസ് നോട്ട് എക്സ്പെക്റ്റ് ടു ഗെറ്റ് സംതിങ് വിത്തൗട്ട് പേയിങ്. അവരെന്ത് ചെയ്യുന്നതിനും അല്ല ഈവൻ അവരൊരു ഒപ്പീനിയൻ പറയുന്നതിനും പോലും അപ്രീഷിയേറ്റ് ചെയ്യുക. എല്ലാത്തിനും അവരൊരു റിവാർഡ്സ് അല്ലെങ്കിൽ ഒരു പേ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. At this stage, the person may disobey rules if the rules are perceived as inconsistent with the individual's personal value. ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ വാല്യൂവിനെ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണൽ വാല്യൂവിനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നതാണെങ്കിൽ ആ റൂൾസിനെ അവർ ഡിസൊബേ ചെയ്യും. ഇതിന് മുമ്പത്തെ ഗ്രൂപ്പിൽ അവരെന്നാ റൂൾസും പാലിക്കും. അത് എന്താ തെറ്റോ ശരിയോ ഡസൻ മാറ്റർ അവർ ചോദ്യം ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെ ഒരു ഗ്രൂപ്പിൻ്റെ വാല്യൂവിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നതാണെങ്കിൽ അവർ ആ റൂള് അല്ലെ ആ ഇത് ഡിസൊബേ ചെയ്യും. ഇതാണ് ഈ സോഷ്യൽ കോൺട്രാക്ട് വേസ് ലെജിസ്റ്റിക് ഓറിയൻറ്റേഷന് വരുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓറിയൻറ്റേഷൻ. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഓറിയൻറ്റേഷൻ. കൺഫോമിറ്റി ഈസ് ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഒക്കർ ടു അവോയ്ഡ് സെൽഫ് കണ്ടംനേഷൻ. ഇത് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിനെ, അതായത് സൊസൈറ്റിയുടെയോ റിലീജിയസോ ഒന്നുമല്ല, യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിനെയാണ്. അതൊരു ജസ്റ്റിസ് വേണം. അവർ ആ ജസ്റ്റിസിന് വേണ്ടി എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടുന്നതിന് വേണ്ടി നിൽക്കും. അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് സെൽഫ് കണ്ടംനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫീലിംഗ്, ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. ദിസ് സ്റ്റേജ് ഇൻവോൾവ് ഫോളോയിങ് സെൽഫ് ചൂസൺ എത്തിക്. അവരുടേതായ പ്രിൻസിപ്പിളാണ്, ഇങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവരാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നവരാണ്. The adolescent can now acknowledge a conflict between two socially acceptable standards and try to decide between them. അതായത് ഈ സമയത്ത് 2 സോഷ്യലി അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡുകളുടെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയമാണ്. കാരണം മേ ബി ഒരു റിലീജിയസ് ആകാം, ഈ റിലീജിയൻ ആ റിലീജിയൻ ഏത് വേണം, അല്ലെങ്കിൽ ഏത് സൊസൈറ്റി, ഏത് കരിയർ, ഇതിലെല്ലാം രണ്ടും സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. ബട്ട് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റിലൂടെ അവർ കടന്നു പോകുന്ന ഒരു സമയമാണത്.
The control of conduct is now internal in standard observed and is reasoning about right and wrong. അതായത് എല്ലാ കാര്യങ്ങളും അവരുടെ ഇൻറ്റേണൽ അവരുടെ ഒരു തിങ്കിങ് അനുസരിച്ച് കൊഗ്നിറ്റീവ് സ്കില്ലും റീസണിങ്ങും എത്തിക്സും അനുസരിച്ചായിരിക്കും റൈറ്റ് ആൻഡ് റോങ്ങിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അല്ലാതെ സോഷ്യൽ ഓർഡറോ സൊസൈറ്റിയുടെ ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോ ആൻഡ് എത്തിക്സോ ഒന്നുമല്ല. ഇവർക്ക് സ്വന്തം പ്രിൻസിപ്പിൾ അനുസരിച്ച് എത്തിക്സ് അനുസരിച്ച് പോകുന്നവരാണ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിളിൻ്റെ അണ്ടറിൽ വരുന്നത്. Psychosexual developmental theory by Sigmund Freud. The components of theory: level of awareness, agencies of mind, id, ego, superego, concepts of anxiety and defense mechanism. The most important, psychosexual developmental stage. Here, level of awareness, there are 3 levels of awareness: subconscious, unconscious, subconscious and conscious level of awareness. Unconscious, the name itself, it's unconscious memories or unconscious feelings. That memories or feeling the client cannot remember. It's already that feeling repressed. Unconscious memory, feelings, thoughts or wishes are repressed and are not available to the conscious mind. Sometimes this premature consciousness can lead to anxiety because it's already in mind but it's in unconscious stage. Often in some cases this olden memory also can lead to anxiety. Preconscious level of awareness is also called subconscious awareness. The preconscious include experience, thought, feelings or desire that might not be immediate awareness but can be recalled to consciousness. Preconscious means a semi-conscious level, subconscious level. This memory, feeling, thoughts, everything in mind, but a client cannot remember means immediately. But again we can recall to conscious level. The subconscious can help repressed unpleasant thought or feelings and can examine and censor certain wishes and thinking. Psychologists, while treating, always focusing on subconscious mind, means subconscious thoughts or subconscious feelings, especially the unpleasant feelings and unpleasant experience, unpleasant thoughts, all these things they will recall and will examine the thoughts and will do censor, means which the most unpleasant part will remove and add the pleasant part, because through the treatment can modify the thinking and experience to avoid the anxiety and other consequences related to the unpleasant experience. Conscious level of awareness. The conscious mind is logical and is regulated by the reality principle. Is conscious means the present day, what is happening, how to do, the like reality principle. But here unconscious mind is id principle. Consciousness include all experience that are within an individual's awareness and that the individual is able to control and include all information that is remembered easily and is immediately available to an individual. Because conscious is nothing, what is happening in present situation, what are the things is happening, all the memories, feelings, desire, wishes, everything a patient can experience. Agencies of mind. Agencies of mind, first id. Id means all derives present at birth, operate according to the pleasure principle at birth, because this is growth and development. At birth everything the baby is operating on id principle. That means what the baby want, that baby is doing. ഫീഡിങ് വേണേ അപ്പോൾ തന്നെ ഫീഡിങ്ങിന് വേണ്ടി കരയുക, ടോയ്ലറ്റിങ് എപ്പോൾ വേണോ അപ്പോൾ ചെയ്യുക, അല്ലാതെ വേറെ തിങ്കിങ് ഒന്നുമില്ല. അക്കോർഡിംഗ് ടു ദ id principle means pleasure principle ആണ്. ജസ്റ്റ് ടു സാറ്റിസ്ഫൈ അവർ ഡിസ്കംഫോർട്ട് ഓർ ജസ്റ്റ് ടു സാറ്റിസ്ഫൈ അവർ നീഡ്. ഡിസ്കംഫോർട്ട് ടോളറേറ്റ് ചെയ്യാത്ത ഒരവസ്ഥയാണ് id principle. ഇഫ് id principle ആണ് ചില ആൾക്കാർ മീൻസ് ഫോളോ ചെയ്യുന്നവരാണ് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിങ്ക് ചെയ്യാതെ മനസ്സിൽ വരുന്നത് അപ്പോൾ ചെയ്യുന്നതിനെയാണ് id principle, അതർവൈസ് pleasure principle എന്ന് പറയുന്നത്. Does not tolerate uncomfortable state and seek to discharge the tension and return to a more comfortable and constant level of energy. എന്തെങ്കിലും അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ആ സെക്കൻഡിൽ തന്നെ ചെയ്യുക. അതായത് എന്ത് മൈൻഡിൽ വന്നോ അതപ്പോൾ ചെയ്യുക. അതാണ്
ID principle, act immediately on an impulse, എന്ത് തിങ്ക് ചെയ്തു അത് ചെയ്യുന്നു. ഇറാഷണൽ വേ ആൻഡ് പേസ് നോ അറ്റൻഷൻ ടു ദ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്സ് ആക്ഷൻ, ഒന്നും ചിന്തിക്കത്തില്ല, അപ്പോൾ തന്നെ ഒരാളെ ഒന്ന് എന്തെങ്കിലും ചെയ്യണം തോന്നി അപ്പോൾ തന്നെ അവരെ ചെയ്യുക, ഹട്ട് ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക, അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് അവർ ചിന്തിക്കാതെ മനസ്സിൽ വരുന്നത് അപ്പം ചെയ്യുക, അതാണിത്. ദെയർഫോർ ഓഫൺ ബിഹേവ് ഇൻ വേ ഹാംഫുൾ ടു സെൽഫ് ആൻഡ് അതേഴ്സ്, മറ്റുള്ളവർക്ക് ഹാമാകാം അല്ലെങ്കിൽ സെൽഫ് ഹാമാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ID പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദ പ്രൈമറി പ്രോസസ് ഈസ് എ സൈക്കോളജിക്കൽ ആക്ടിവിറ്റി ഇൻ വിച്ച് ദ ID അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ടെൻഷൻ. എന്തിനാണ് ID പ്രിൻസിപ്പിൾ? ഇതൊരു സൈക്കോളജിക്കൽ ആക്ടിവിറ്റിയാണ്, ടെൻഷൻ റെഡ്യൂസ് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള ഇതിൻ്റെ ഗോൾ. Ego. The function include reality testing and problem solving, follow the reality principle. So, ID, pleasure principle. Ego, reality principle. At least these two words remember, reality principle. Reality principle means before doing something, will think the consequence. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്താലുണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നതാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. Emerge because the need, wish and demand of the ID require appropriate change this reality. Means ഇത്രേ ഉള്ളൂ റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ് എന്ന് മാത്രം. സൂപ്പർ ഈഗോ, necessary part of socialization that develop during the phallic stage at 3 to 6 years. 3 to 6 yearsലാണ് ഈ സൂപ്പർ ഈഗോ പ്രിൻസിപ്പിൾ വരുന്നത്. അതിൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെയൊക്കെ ഫോളോ ചെയ്താണ്, എത്തിക്സ് അനുസരിച്ച് ഒരു രീതിയിലും എല്ലാത്തിനും ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നതാണ്. ഡെവലപ്പ് ഫ്രം ഇൻട്രാക്ഷൻ വിത്ത് ദ ചൈൽഡ് പാരൻറ്റ് ഡ്യൂറിങ് ദ എക്സ്റ്റൻഡഡ് പീരീഡ് ഓഫ് ചൈൽഡ്ഹുഡ് ഡിപ്പെൻഡൻസി, ഇൻക്ലൂഡ് ഇൻറ്റേർണലൈസേഷൻ ഓഫ് ദ വാല്യൂ ഐഡിയാസ് മോറൽസ്. അതായത് സൂപ്പർ ഈഗോസ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. വാല്യൂസിന്, ഐഡിയാസിന്, മോറൽസിന് ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതായത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഹർട്ടാകുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സൂപ്പർ ഈഗോ. റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റരുത്, അതായത് ഒരു പ്രോബ്ലം, ഒരു കാര്യം ചെയ്തുകൊണ്ട് ഒരു പ്രത്യാഘാതം ഉണ്ടാകാതിരിക്കുന്നതാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. ദാറ്റ് മീൻസ് ഈഗോ, സൂപ്പർ ഈഗോ മറ്റുള്ളവരെ കൺസിഡർ ചെയ്ത് ബിഹേവ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ കൺസിസ്റ്റ് ഓഫ് കൺസൈസൻസ് ആൻഡ് ദ ഈഗോ ഡീൽ. കൺസൈസൻസ് മീൻസ് ദ എത്തിക്സ്, പിന്നെ ഈഗോ, റിയാലിറ്റി, ഇത് രണ്ടും കൂടെ വരുന്നതാണ് സൂപ്പർ ഈഗോ. നെക്സ്റ്റ്, അൻസൈറ്റി ആൻഡ് ഡിഫെൻസ് മെക്കാനിസം. ദ ഈഗോ ഡെവലപ്പ് ഡിഫെൻസ് മെക്കാനിസം ടു ഫൈറ്റ് ഓഫ് അൻസൈറ്റി. ഈ ഈഗോയിൽ നിന്നാണ് ഡിഫെൻസ് മെക്കാനിസംസ് വരുന്നത്. എന്തിനാണ്? അൻസൈറ്റിനെ റെഡ്യൂസ് ചെയ്യുക. ഡിഫെൻസ് മെക്കാനിസം ഓപ്പറേറ്റ് ഓൺ ആൻ അൺകോൺഷ്യസ് ലെവൽ. ഇത് ഓർക്കണം, ഡിഫെൻസ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്ന അൺകോൺഷ്യസ് ലെവലിലാണ്. എക്സ്പെക്ട് ഫോർ സപ്രഷൻ ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് നോട്ട് അവെയർ ഓഫ് ദെയർ ഓപ്പറേഷൻ. ഡിഫെൻസ് മെക്കാനിസം ഡിനെ, ഫോൾസിഫൈ ആൻഡ് ഡിസ്റ്റോർട്ട് റിയാലിറ്റി ടു മേക്ക് ടു ലെസ് ത്രെട്ടണിങ്. ഇത്രേ ഉള്ളൂ. ഡിഫെൻസ് മെക്കാനിസം അൻസൈറ്റിനെ കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഡിഫെൻസ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്ന അൺകോൺഷ്യസ് ലെവലിലാണ്. ഓൺലി സപ്രഷൻ മാത്രമല്ല, ബാക്കിയെല്ലാം സപ്രസ് ചെയ്യുക, ജസ്റ്റ് സപ്രസ് ചെയ്യുക, അത് സബ് കോൺഷ്യസിലാണ്. ബാക്കിയെല്ലാം റിപ്രസ് ചെയ്യുക, ഇതെല്ലാം അൺകോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. The important point, the ID, ego and super ego are the three systems of personality. This psychological process follow different operating principle. Already പറഞ്ഞു, ID, pleasure principle, and ego, reality principle, super ego, ethical principle ആണ്. It is a mature and well adjusted personality. In a mature and well adjusted personality, they work together as a team under the leadership of ego. ഒരു നല്ല മെൻ്റലി ഹെൽത്തി പേഴ്സൺ ആണെങ്കിൽ ഈ മൂന്നും വർക്ക് ചെയ്യും, പക്ഷേ കൺട്രോൾ ചെയ്യുന്നത് ഈഗോയാണ്. അതായത് സെൻറ്ററിൽ നിൽക്കുന്ന ഈഗോയുടെ ലീഡർഷിപ്പിലാണ് ഐഡിയും ഈഗോയും സൂപ്പർ ഈഗോയും വർക്ക് ചെയ്യുന്നത്. സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ദ സീരീസ് ഓഫ് സ്റ്റേജ് ഫ്രം ഇൻഫൻസി ടു അഡൽട്ട്ഹുഡ്. Each stage is characterized by inborn tendency of an individual to reduce tension and seek pleasure. Each stage is associated with a particular conflict that must be resolved before child can move സക്സസ്ഫുള്ളി ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സീരീസ് ഓഫ് സ്റ്റേജസ് ആണ്, ഫ്രം ഇൻഫൻസി ടു അഡൽട്ട്ഹുഡ്. ഈച്ച് സ്റ്റേജിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ദാറ്റ് കോൺഫ്ലിക്റ്റ് ഹാസ് ടു മെറ്റ് സക്സസ്ഫുള്ളി
ടു മൂവ് ഫോർവേഡ് മീൻസ് ഹെൽത്തി ആയിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാൻ, അതിന് വേണ്ടി ഓരോ കോൺഫ്ലിക്റ്റും സക്സസ് ആകണം. ഇത് ടെൻഷൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സീക്ക് പ്ലഷറിന് വേണ്ടിയിട്ടുമാണ്. സൈക്കോ സോഷ്യലിൽ ഫസ്റ്റ് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് പറഞ്ഞ പോലെ ഈ സൈക്കോ സെക്ഷനിലും അങ്ങനത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇനി അതാണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഓറൽ സ്റ്റേജ്, ഇത് 0 to 1 year, 0 to 1 year ഇൻഫൻസിയാണ്. ഈ സമയം സൈക്കോ സോഷ്യലും ആണ് കണക്റ്റഡ് ആയിട്ട് പോകുന്നത്. സൈക്കോ സോഷ്യലിൻ്റെ അകത്ത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഇവിടെ ഓറൽ സ്റ്റേജ് ആണ്. ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ദ ഇൻഫൻറ്റ് ഈസ് കൺസേൺഡ് അബൌട്ട് സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. ഈ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, എല്ലാ സ്റ്റേജിൻ്റെ ഇൻറ്റൻഷൻ പ്ലഷർ പ്രിൻസിപ്പിളാണ്. സീക്ക് പ്ലഷർ അതാണ് വരുന്നത്. സോ സക്ക് ചെയ്യുന്നതിൽ, ഫീഡിങ്ങിൽ സക്ക് ചെയ്യുന്നതിലൂടെയാണ് ഇവർക്കൊരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കുന്നത്. ദ ഇൻഫൻറ്റ് ഈസ് ഓൾ ഓപ്പറേറ്റിംഗ് ഓൺ ദ പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് സ്ട്രൈവിംഗ് ഫോർ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നീഡ്. ദിസ് സ്റ്റേജ്, ഓറൽ സ്റ്റേജ് വർക്ക് ഓൺ പ്രിൻസിപ്പിൾ. ഓറൽ സ്റ്റേജ് വർക്ക് ഓൺ പ്രിൻസിപ്പിൾ മീൻസ് പ്ലഷർ പ്രിൻസിപ്പിൾ മീൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വെൻ ദ ഇൻഫൻറ്റ് എക്സ്പീരിയൻസസ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ബേസിക് നീഡ്, സെൻസ് ഓഫ് ട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി, ഇങ്ങനെ ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റിലേക്കും ഈസി ആയിട്ട് ലീഡ് ചെയ്യും. ഇതും അതിനെ ഉള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള തിങ്ങാണ്. നെക്സ്റ്റ് ഏനൽ സ്റ്റേജ് 1 to 3 years. ഇത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ ഓട്ടോണമസ് വേസ്, ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ഡ്യൂറിങ് ദി സ്റ്റേജ്. ഇത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിനൊക്കെ ഒരു ഓട്ടോണമി അവർക്ക് വേണം. അതാണ് ഇതിൽ ആ ഏനൽ സ്റ്റേജിൽ ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്, ഓറൽ സ്റ്റേജിൽ സക്കിംഗ് ആണ്. ദ ചൈൽഡ് ഗെയിൻ, സക്കിങ്ങിലൂടെ പ്ലഷർ ഗെയിൻ ചെയ്യുന്നു. ഇതിലൂടെ ചൈൽഡ് ഗെയിൻ പ്ലഷർ ഫ്രം ലേണിംഗ് ടു കൺട്രോൾ ദെയർ ബോഡി നീഡ്സ്. അതായത് ഓറൽ സ്റ്റേജിൽ എപ്പോൾ തോന്നുന്നു അപ്പോൾ പോകുമായിരുന്നു. ഏനൽ സ്റ്റേജ് ആകുമ്പോൾ ഒരു ബ്ലാഡർ ബൗൽ കൺട്രോൾ അച്ചീവ് ചെയ്യുന്ന സമയമാണ്. അതിലൂടെയാണ് അവർ പ്ലഷർ കാണുന്നത്. ഇറ്റ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്. വൺസ് അത് അച്ചീവായ ഒരു അക്കംപ്ലിഷ്മെൻറ്റ്, ഒരു ഇൻഡിപെൻഡൻസും അവർക്ക് ഫീൽ ചെയ്യും. The conflict of this stage is between those demands from society and parents. കാരണം ഇതിൽ കോൺഫ്ലിക്റ്റ് വരുന്നത് അത് ഇവരുടെ സൊസൈറ്റിയും പേരൻസും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹൈജീനിക് നീഡ് ബേസ് ചെയ്ത് അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അകത്തൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നത്. The child begin to gain a sense of control over instinctive desires and learn to delay immediate gratification to gain future goal. ഇതിൽ നിന്നൊക്കെ അവർ എന്താണ് പ്ലഷർ പ്രിൻസിപ്പിളിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഒരു കൺട്രോൾ പഠിക്കും. അതിൽ നിന്നുള്ള പിന്നെ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനെ ഡിലേ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ പഠിക്കുന്നതാണ് ഇതിലെ ഫ്യൂച്ചർ ഗോൾ. നെക്സ്റ്റ് ഫാലിക് സ്റ്റേജ് ആണ്. ഫാലിക് സ്റ്റേജ് ഇതെല്ലാം സൈക്കോ സോഷ്യലായിട്ട് മീൻസ് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ചൈൽഡ് എക്സ്പീരിയൻസസ് സൈക്കോ സോഷ്യലിൽ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. ദ ചൈൽഡ് എക്സ്പീരിയൻസസ് പ്ലഷർ ആൻഡ് കോൺഫ്ലിക്റ്റ് ഫീലിംഗ് അസോസിയേറ്റഡ് വിത്ത് ജെനിറ്റൽ ഓർഗൻസ്. The child unconscious sexual attraction to and wish to possess the parent of the opposite sex. ഈ ഫാലിക് സ്റ്റേജിലാണ് ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും വരുന്നത്. അതായത് ഇവരുടെ അൺകോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷനാണ്. അൺകോൺഷ്യസ് ആയിട്ടാണ്, ബേബിക്കൊന്നും അറിയില്ല. അൺകോൺഷ്യസ് സെക്ഷൽ അട്രാക്ഷൻ ടുവേഴ്സ് ദ ഓപ്പോസിറ്റ് സെക്സ്. ഇതാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ഗേൾസിന് ബേബിക്കാണെങ്കിൽ ഫാദറിനോട്, ബോയ്സിനാണെങ്കിൽ മദറിനോട്. ഇതാണ് ഈഡിപ്പസ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് വരുന്നത്. The conflict is resolved when the child began to identify with the parent of the same sex. ഇത് ഒരു 3 yearsലാണ് തുടങ്ങുന്നത്. 6 years ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പേരൻ്റാണെന്ന് ഇവർ ഐഡൻറ്റിഫൈ ചെയ്യും. അതും അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നതാണ്. സോ അങ്ങനെ ആ കോംപ്ലക്സ് ഇല്ലാതാവും. The emergence of the superego is the solution to ആൻഡ് ദ റിസൾട്ട് ഓഫ് ദിസ് ഇൻറ്റൻസ് സിമ്പിൾ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇലക്ട്ര കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും വരുന്ന ഐഡിയ പ്രിൻസിപ്പിളാണ്. ഇതിൽ ബൈ ദ എൻഡ് ഓഫ് 6 years അല്ലെങ്കിൽ 6 years ആകുമ്പോഴത്തേക്ക് സൂപ്പർ ഈഗോ ആക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് എത്തിക്കൽ പ്രിൻസിപ്പിൾ മൈൻഡിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ടാണ് ഈ ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് റിസോൾവ് ആകുന്നത്. നെക്സ്റ്റ് ലേറ്റൻസി സ്റ്റേജ്. ലേറ്റൻസി സ്റ്റേജ് 6 to 12 years ആണ്. ഈ സ്റ്റേജ് പ്രീ സ്കൂളർ, ഈ സ്റ്റേജിലാണ് വരുന്നത്. പ്രീ സ്കൂളർ. ദ ലേറ്റൻസി സ്റ്റേജ് ഈസ് എ ടേപ്പറിംഗ് ഓഫ്
കോൺഷ്യസ് ബയോളജിക്കൽ ആൻഡ് സെക്ഷൽ ചേർജസ്, ഇങ്ങനെയുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള ഈ സെക്ഷൽ അട്രാക്ഷനൊക്കെ ടേപ്പർ ഓഫ് ചെയ്ത് ആക്റ്റീവ് ഒരു സ്റ്റേജിലേക്ക് വരുന്ന സമയമാണ് ലേറ്റൻസി സ്റ്റേജ്. The sexual impulses are channeled and elevated to a more culturally accepted level of activity such as intellectual pursuit and social communication. That means super ego ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവർ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുവാണ്. സ്കൂളിൽ പോകുന്നു, പിള്ളേരായിട്ട് ഇൻട്രാക്ഷൻ, ഇങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകും. ഗ്രോത്ത് ഓഫ് ഈഗോ ഫങ്ഷൻസ് ആൻഡ് ദ എബിലിറ്റി ടു കെയർ അബൌട്ട് ആൻഡ് റിലേറ്റഡ് ടു അതേഴ്സ് ഔട്ട്സൈഡ് ഹോം ഇസ് ദ ടാസ്ക് ഓഫ് ദിസ് സ്റ്റേജ് ടു ഡെവലപ്മെൻറ്റ്. അതായത് പുറത്തേക്ക് പോകുന്ന സമയമാണ്, ഔട്ട്സൈഡ് സൊസൈറ്റി ആയിട്ടൊരു ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് ഈ സൂപ്പർ ഈഗോ, അതർവൈസ് ലേറ്റൻസി സ്റ്റേജ്. ഇവിടെ സൂപ്പർ ഈഗോയും ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ജെനിറ്റൽ സ്റ്റേജ്, 12 ഇയേഴ്സ് അതിന് മുകളിലേക്ക്. ജെനിറ്റൽ സ്റ്റേജ് അതായത് ഏതാണ്, അഡോളസൻ പീരീഡിലേക്കാണ് വരുന്നത്. ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇവിടെ സൈക്കോസോഷ്യലിൽ സെക്ഷൽ ഐഡൻറ്റിറ്റിയാണ്. സൈക്കോസോഷ്യലിൽ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ സൈക്കോസെക്ഷലിൽ അഡോളസൻറ്റിന് സെക്ഷൽ ഐഡൻറ്റിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. The genital stage emerges at adolescence with the onset of puberty when the genital organs get mature. The individual gain gratification from their own body. So, during this stage, the individual develops satisfying sexual and emotional relationship. That means intimate relationship with the opposite sex. ഇതാണ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത്. ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള ഒരു റിലേഷൻ, അല്ല അവരോടൊരു അട്രാക്ഷൻ വരുന്നതോടെയാണ് ഇവിടുന്നാണ് ഇവർക്ക് പ്ലഷർ പ്രിൻസിപ്പിൾ കിട്ടുന്നത്, അതായത് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത്. ദ ഇൻഡിവിജ്വൽ പ്ലാൻ ലൈഫ് ഗോൾ ആൻഡ് ഗെയിൻ എ സ്ട്രോങ് സെൻസ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ലൈഫ് ഗോളൊക്കെ അവർ മീൻസ് പ്ലാൻ ചെയ്യുന്ന സമയമാണ്. പേഴ്സണൽ ഐഡൻറ്റിറ്റി ഉണ്ട്. പേഴ്സണൽ ഐഡൻറ്റിറ്റി 3 ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ സെക്ഷൽ ഐഡൻറ്റിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റൽ തിയറിയിൽ വരുന്നത്. ഇതൊക്കെയാണ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റൽ തിയറി. അപ്പോൾ 4 തിയറീസ് പഠിച്ചു. സൈക്കോ സോഷ്യൽ, എറിക് എറിസൻ്റെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോ സോഷ്യൽ തിയറി. മോറൽ ഡെവലപ്മെൻറ്റൽ തിയറി ലോറൻസ് കോൾബർഗിൻ്റെയാണ്. ദെൻ കൊഗ്നിറ്റീവ് തിയറി, ദെൻ സൈക്കോസെക്ഷൽ തിയറി. സൈക്കോസെക്ഷലും സൈക്കോസോഷ്യലും ഒന്നിച്ച് പഠിച്ചു പോകേണ്ടതാണ്. ഈ തിയറിയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ വരാറുള്ളതാണ്.